കോതമംഗലം ആവോലിച്ചാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. ഒറ്റ രാത്രി കൊണ്ട് 300ഓളം വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. വന്യജീവി ശല്യത്തിൽ ദുരിതം അനുഭവിക്കുന്ന കർഷകർക്ക് കനത്ത തിരിച്ചടിയാണ് ഒറ്റ രാത്രി കൊണ്ട് കാട്ടാന സൃഷ്ടിച്ചത്. കോതമംഗലം ആവോലിച്ചാലിലാണ് വീണ്ടും കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ആവോലിച്ചാൽ പേരക്കുത്ത് മേഖലയിൽ രാത്രിയെത്തിയ കാട്ടാനകൾ ജോൺസൺ, രാജാജി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള 300ഓളം വാഴകളാണ് നശിപ്പിച്ചത്. വന്യജീവി ശല്യത്തിൽ ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് ഇത് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ഈ പ്രദേശത്ത് നിരന്തരമായ കാട്ടാന ആക്രമണങ്ങളെ തുടർന്ന് പലരും വീടുകളൊഴിഞ്ഞു പോകുകയും കൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പാലമറ്റം മുതൽ ആവോലിച്ചാൽ വരെ ഏകദേശം 7 കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് ആവശ്യമാണ്. അതിൽ 2.5 കിലോമീറ്റർ മാത്രം ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പൂർത്തിയാക്കാനായിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പുകൾ മാത്രമാണ് ഉണ്ടായതെന്നും ഇത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെയും അനാസ്ഥയുടെയും വ്യക്തമായ തെളിവാണെന്നും UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ആരോപിച്ചു. ഫെൻസിങ് പ്രായോഗികമല്ല, പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹകരണമില്ലാത്തതുകൊണ്ടാണ് ട്രെഞ്ച് ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് പോകാൻ കഴിയാതെ വരുന്നത്. ട്രെഞ്ച് താത്തുക എന്നുള്ളതാണ് ഈ കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം. നമുക്കിവിടെ അറിയാം, കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി പ്രദേശത്ത് ഏതാണ്ട് 3.5 കോടി മുടക്കിയാണ് അവിടെ ഫെൻസിങ് സ്ഥാപിച്ചത്. ആ ഫെൻസിങ് എല്ലാം ഇന്ന് കാട്ടാനകൾ നശിപ്പിച്ച് യഥേഷ്ടം ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് അവിടെയൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് തീർച്ചയായും ഫെൻസിങ് കൊണ്ട് ഒരു പരിഹാരം ഉണ്ടാകാൻ കഴിയുന്നില്ല. ട്രെഞ്ച് താത്തി ഈ വന്യമൃഗങ്ങളെ, കാട്ടാനയെ തടയുക എന്നുള്ളതാണ് ശാശ്വതമായ പരിഹാരം. ഫെൻസിംഗ് നിർമ്മാണത്തോടൊപ്പം ട്രെഞ്ച് നിർമ്മാണവും അടിയന്തരമായി ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.